ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുക, ദൈവം പറഞ്ഞു പ്രകാശം ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി എന്താണെന്ന് ചോദിച്ചാൽ പ്രകാശമാണപ്പോൾ. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തു തന്നെ പറയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. സൃഷ്ടാവ് പ്രകാശമായി മാറുന്നൊരവസ്ഥ. ഏറ്റവും അവസാനം വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ പറയാണ്, ഇനി അവർക്ക് രാത്രി ഉണ്ടായിരിക്കുകയില്ല. കാരണം വേറൊന്നുമല്ല, ദൈവം അവരുടെ മേൽ പ്രകാശമായി മാറിയെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഒരു ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഇതാണ്. ഈ ദൈവത്തെ സ്വന്തമാക്കി എൻ്റെ ഉള്ളിലെ ഇരുട്ടെ മുഴുവൻ മാറ്റുന്നൊരവസ്ഥ. ഈ പ്രകാശമാകുന്ന ദൈവത്തെ സ്വന്തമാക്കി കഴിയുമ്പോൾ എനിക്കും പറയാൻ കഴിയും, എനിക്കിനി രാത്രിയില്ല, പ്രകാശപൂരിതമായ ജീവിതം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാൻ കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കും.